സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സിനിമയിലേക്ക് എത്തുകയും പിന്നീട് 80കളിലും 90കളിലും നായകനായി തരംഗമായി മാറുകയും ചെയ്ത നടനാണ് റഹ്മാൻ. അക്കാലത്ത് പെൺകുട്ടികളുടെ ആരാധനാ പുരുഷമായിരുന്നു താരം. അന്ന് പല നായികകൾക്കൊപ്പം റഹ്മാന്റെ പേര് ചേർത്ത് ഗോസിപ്പുകൾ അച്ചടിച്ചു വരുമായിരുന്നു. നായികയായി തിളങ്ങിയിരുന്ന കാലത്ത് പ്രചരിച്ച ഗോസിപ്പുകൾക്ക് പിന്നാലെ സത്യൻ കൊച്ചിയിൽ നടന്ന മനോരമ ഹോട്ട് ന്യൂസ് പങ്കെടുത്ത് സംസാരിക്കെ റഹ്മാൻ വെളിപ്പെടുത്തി. ശോഭനയും രോഹിണിയുമായിക്ക് റഹ്മാന്റെ പേർത്ത് ചേർത്ത് നിരവധി ഗോസിപ്പുകൾ ഞങ്ങൾ അക്കാലത്ത് വായിച്ചിരുന്നു എന്ന് അവതാരകൻ പറഞ്ഞപ്പോഴാണ് രസകരമായ രീതിയിൽ കുറികൊള്ളുന്ന മറുപടിയുമായി നടൻ നൽകിയത്. എക്കാലത്തും ശോഭനയും രോഹിണിയുമായി തൻ്റെ സുഹൃത്തുക്കൾ മാത്രമായിരുന്നെന്നും നടൻ പറഞ്ഞു. ഒരു കാലത്ത് ശോഭന റഹ്മാൻ ജോഡി വൻ ഹിറ്റായിരുന്നു. ഇരുവരും ഡാൻസിലും മികച്ച് നിന്നതുകൊണ്ട് തന്നെ പ്രണയം പോലുള്ള അഭിനയിക്കുമ്പോൾ നല്ലൊരു കെമിസ്ട്രി താരങ്ങൾക്കിടയിൽ വർക്കായിരുന്നു. ഗോസിപ്പുകളെക്കുറിച്ച് സംസാരിച്ചാൽ ആ സമയത്ത് എനിക്ക് 18, 19 വയസ്സായിരുന്നു പ്രായം. അതുകൊണ്ട് തന്നെ ടീനേജർ എന്ന് വിളിക്കാം. മാത്രമല്ല ശോഭനയും രോഹിണിയുമൊക്കെ എൻ്റെ ഒട്ടുമിക്ക സിനിമകളിലെയും നായികമാർ. വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും, "ശോഭനേ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ?" അത്തരത്തിൽ ആയിരുന്നു അന്നത്തെ യാത്രകളും സൗഹൃദങ്ങളും. അന്ന് എനിക്ക് ബൈക്കുണ്ടായിരുന്നു. ആ ബൈക്കിൽ അവരോടൊപ്പം ചുറ്റി എവിടെയെങ്കിലും പോയി ഐസ്ക്രീം കഴിച്ച് കാഴ്ചകൾ കാണാൻ പോയിരുന്നു. അത് നിങ്ങളെപ്പോലെ കണ്ട് വേറെ രീതിയിൽ എഴുതിയതാണെന്ന് റഹ്മാൻ പറഞ്ഞു. 10, 40 വർഷങ്ങൾക്കിപ്പുറം റഹ്മാനെ പോലൊരു നടനോട് പഴയ ഗോസിപ്പുകളെക്കുറിച്ച് ഹോർത്തീസ് പോലൊരു പരിപാടിയിൽ വെച്ച് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് വീഡിയോ വൈറലായപ്പോൾ പ്രത്യക്ഷപ്പെട്ട പ്രധാന കമന്റുകൾ. ചോദ്യത്തിന് തക്കതായ മറുപടി, ഇത്തരമൊരു മറുപടി ആവശ്യമിരുന്നു എന്ന് എല്ലാവരും പറയുന്നു.